ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ടുള്ള കപ്പയും ചിക്കൻ കറിയുടെയും വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ലേറ്റാക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 700 ഗ്രാമാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഞാൻ പൊതുവെ കുക്ക് ചെയ്യുമ്പം ഓയിൽ കുറച്ച് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തു. അതിലേക്ക് ഞാൻ എടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അതിൽ മഞ്ഞൾപ്പൊടി പുരട്ടിയതാണ്. അപ്പോൾ നമുക്കൊരു കളറ് കിട്ടും. അത് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്കാവും. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അതിനുശേഷം അതിലേക്ക് തന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് രണ്ടും നന്നായിട്ട് വറുത്തെടുത്ത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ആ സെയിം ഓയിലിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ കടുക് ആഡ് ചെയ്ത് തുടങ്ങണം എന്നാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ പെരുംജീരകമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്കൊരു 10 അല്ലി ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർമലി നമ്മൾ ചിക്കൻ കറിക്ക് സോട്ട് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് കുറച്ച് സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് വഴറ്റാനായിട്ട് വെക്കുകയാണ്. പൊതുവേ എല്ലാവർക്കും ഓഫ് ഡേയ്സ് വരുമ്പോഴും വീക്കെൻഡ്സ് ആകുമ്പോഴും ഒക്കെ നമ്മുടെ നാടൻ റെസിപ്പീസ് കഴിക്കാനും ട്രൈ ചെയ്യാനും ഒക്കെ തോന്നുമല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ എന്നാൽ നമുക്ക് കപ്പയും ചിക്കൻ കറി ആക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ആക്കാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇതിന് മുമ്പ് ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ കപ്പ അത്രയ്ക്ക് എന്താ പറയുക, നല്ല കപ്പ നമുക്ക് കിട്ടിയില്ല. ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കയ്പ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ വാങ്ങാനേ മടിച്ചു. ഇനിയും വാങ്ങിക്കുമ്പോഴും ഇനി കൊള്ളുമോ, നല്ലതായിരിക്കുമോ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് വാങ്ങിയില്ല. അങ്ങനെ പിന്നെ കുറേ നാളിന് ശേഷമാണ് അഗെയിൻ പിന്നെ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം സവാള കുറച്ചൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇനി അഗെയിൻ നമ്മൾ വഴറ്റാനായിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്തവണ വാങ്ങിയ കപ്പ പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് വെന്തു, നല്ലതായിട്ട് വേവായി. അപ്പോൾ നല്ല മൊത്തത്തിൽ നല്ല എന്താ പറയുന്നത്, നല്ല റിസൾട്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെയൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ഭയങ്കര ടേസ്റ്റിൽ ഒക്കെ ആയിരിക്കില്ല നമ്മുടെ എക്സ്പെക്റ്റേഷൻസും. എന്തായാലും എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മസാല വാടിയതിന് ശേഷമായിരിക്കും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അത് എനിക്ക് സ്പൈസസ് ഒട്ടും എരിവ് എനിക്കങ്ങനെ അധികം വേണ്ട. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ തന്നെയാണ്, എരിവ് കുറച്ച് മതി. അതുകൊണ്ട് പച്ചമുളക് ആദ്യമേ ചേർത്താൽ പെട്ടെന്ന് പച്ചമുളക് വെന്തു പോകും, അങ്ങനെ എരി കൂടുതലായിട്ട് വരും. അതുകൊണ്ടിട്ട് ആണ് ഈ സ്റ്റേജിൽ ചേർത്തത്. അതിനുശേഷം ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 2.25 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി പലർക്ക് പല ടേസ്റ്റാണ്. ചിലർ മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുള്ളൂ. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയിലും കുറച്ച് എരിവ് കുറച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഞാൻ ഇങ്ങനത്തെ ഒരു റേഷ്യോയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 3/4 സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 സ്പൂണ് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയും
അതുപോലെ 1/2 സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ്സ് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ഇടുമ്പോഴത്തേക്ക് ആ ഒരു മസാലയുടെ ഒരു കൊത്തു ചുവ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് കുക്കായി വരണം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. കുക്കാക്കി എന്ന് പറയാൻ ഒക്കില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമ്മുടെ ഗ്രേവി അനുസരിച്ചിരിക്കും. ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും വേണ്ടത്, ചിലർക്ക് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും വേണ്ടത്. ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. സോ ഞാനൊരു 2.25 കപ്പ് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. അതുപോലെ ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ജസ്റ്റ് മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള സോൾട്ട് കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. ഇനി നമ്മൾ കപ്പ റെഡിയാക്കാനായിട്ട് പോവാണ്. ഇതൊരു 700 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. ഇത് ഫ്രോസൺ കപ്പയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാത്ത കപ്പ വാങ്ങിയപ്പോൾ കയ്പ്പുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഇത്തവണ നമ്മൾ ഫ്രോസൺ കപ്പയാണ് വാങ്ങിയത്. ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് ഞാനൊരു 1/2 മുറി തേങ്ങയുടെ പീരയാണിത്. ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നാട്ടിലാകുമ്പോൾ നമ്മൾ ചെറിയ കാന്താരിമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുക. ഇപ്പം നമുക്കത് കിട്ടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എരിവുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഒരു മിക്സർ ജാറിലേക്ക് ഒരു 1/4 സ്പൂണ് ജീരകം, അതുപോലെ ഈ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി തേങ്ങാപ്പീരയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചതച്ചെടുക്കാനേ പാടുള്ളൂ. വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ അരയ്ക്കാനോ ഒന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും. എന്നെപ്പോലെ ആർക്കെങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചതച്ച് എടുക്കുന്നത്. നമ്മൾ കപ്പ വേവിക്കാനായിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കപ്പ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉള്ള വെള്ളത്തിലാണ് കുക്ക് ചെയ്തെടുത്തത്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് കപ്പ വേവിക്കുന്നത്. പിന്നെ ഇതിന് വിസിലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ കപ്പയ്ക്കും ഒരേ ടൈപ്പ് വേവല്ല. പ്രത്യേകിച്ച് ഇവിടെ കിട്ടുന്ന കപ്പയ്ക്കും നാട്ടിൽ കിട്ടുന്ന കപ്പയ്ക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. നാട്ടിലാണെങ്കിൽ ഒരു വിസിൽ മതിയെങ്കിൽ ഇവിടെ ചിലപ്പോൾ 2 3 ഒക്കെ ആവും. പിന്നെ നല്ല കപ്പ അല്ലെന്നുണ്ടെങ്കിൽ 3 വിസിലിന് പോലും ആവില്ല. അപ്പോൾ ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാനൊരു 3 വിസിലിലാണ് കുക്ക് ചെയ്തത്. അപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നൊരു ലോ ഫ്ലെയിമിലൊന്ന് നമ്മുടെ തേങ്ങാക്കൊത്തിലേക്കൊക്കെ ഒന്ന് ഗ്രേവിയുടെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചു. ഈ ഒരു ടൈമിൽ നമ്മുടെ കപ്പ റെഡിയായി. അതിനുശേഷം അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കപ്പയൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. കപ്പ ചിലർക്ക് ഭയങ്കര പേസ്റ്റ് പോലെ ഇരിക്കണം. നമ്മളൊരു മീഡിയം രീതിയിലാണ് നമ്മൾ എടുത്തത്.
എന്നിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് എല്ലാ വശത്തും കവർ ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് കടുക് വറുത്തിട്ടാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മൾ സെറ്റായി. നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക്, അതുപോലെ ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കടുക് താളിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയും റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ കപ്പ വേവിച്ചതും റെഡിയായി. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലായിരിക്കും കപ്പ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സോ ആ ഒരു രീതിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. സോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.